അവ പറയടാ. അയ്യോ എന്ത് സാധനം ഓടിക്കാൻ തന്നെ എനിക്ക് തോന്നുന്നു. എടാ ഇതൊന്ന് ഓടിക്കാൻ തന്നെ നോക്കട്ടെ. സിറ്റിയിലെ റയർ വണ്ടി അണ്ണ നോക്കട്ടെ നോക്കട്ടെ. ഇത് കൺവിൻസ് ചെയ്ത് വാങ്ങണം. കൺവിൻസ് ചെയ്ത് ബാക്കിലൊക്കെ ലേറ്റ് പിന്നെ ബ്രേക്ക് പിടിക്കുമ്പോ ഇതിനകത്ത് പൊട്ടല് കേട്ടത് പിടിച്ചു നോക്കിക്ക്. ചെറുതായിട്ട് ഈ സിറ്റി ഈ സ്കൈലൈൻ ഇല്ല സിറ്റിയില്. അറിഞ്ഞൂടാ. അണ്ണൻ ചോദിച്ചു നോക്ക്. അണ്ണൻ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഉറപ്പാണ്. ഇത് ആരുടെ വണ്ടിയാ? എടാ ഈ വണ്ടി ഇന്നലെ ഞാൻ കണ്ട വണ്ടിയല്ലേ ഇത്? വിഷയം വേണ്ടി കണ്ടോ? ഹെഡ്ലൈറ്റ് കണ്ടോ? ബാക്കിലൊക്കെ ലൈറ്റ് മിന്നി നിൽക്കും. വിപ്സിയിലെ ഉള്ളതാ. ആന്റി ലാഗ് ഹാസ് ബീൻ എനേബിൾഡ്. സാധനം നമ്മുടെ ഈ ആന്റി ലാഗ് എന്താ സംഭവം? അങ്ങനെ എന്തോ ഉണ്ട്. ഞാൻ സ്റ്റീവിന്റെ വണ്ടിക്ക് കണ്ടായിരുന്നു. T/anti lag എന്ന് അടിച്ചു. ഓ പൊട്ടി 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 പൊട്ടി. എന്നാ ഞാൻ പറഞ്ഞില്ലേ റയർ വണ്ടി നമുക്ക് വാങ്ങാം. ഈ വണ്ടി അവൻ എത്ര കൊടുക്കും ചോദിക്കടാ. ഇത് ആരുടെ വണ്ടിയാണ്? എനിക്കറിഞ്ഞൂടെ. വിപ്സിയുടെ കയ്യിലുള്ളതാ. ഓണർ ആർക്കറിയാം. വിപ്സി കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. വിപ്സിയാണ് കൊണ്ട് നടക്കണ്ടായിരുന്നത് വണ്ടി. അണ്ണൻ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഉറപ്പാണ്. മേടിക്കട്ടെ. ഡ്രസ് മാറാൻ വന്ന ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. നീ എവിടെ നിൽക്കുന്ന പറ. എവിടെ ഗ്യാങ്സിന്റെ പെട്ടില്ല. ഫ്രണ്ടില് നീല ലൈറ്റ്, ബാക്കില് വെള്ള ലൈറ്റ് പൊട്ടുന്നു. കഴുത അവന്റെ കഴുതയുടെ വണ്ടിയാ. വിഷയം ഇഷ്ടപ്പെട്ടു. മനസ്സിലായോ? വണ്ടി ഈ വണ്ടി നമുക്ക് ഒരു പയ്യൻ എല്ലാവർക്കും ഓരോന്നിട്ട് ഗിഫ്റ്റ് തരാനായിട്ടൊക്കെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് എന്തൊരു സാധനം ഇത്? സിറ്റിയിലുള്ള ഒരു പയ്യന് കാര്യം ഗിഫ്റ്റ് തന്നെയാണ്. അല്ലല്ല ഞാൻ വണ്ടി നമുക്കൊരു പയ്യൻ ഈ വണ്ടി ഗിഫ്റ്റ് തരാനായിട്ട് നടക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. പേടിക്കല്ലേ കേട്ടാ. ഈ വണ്ടിയോ? ഇറ്റാച്ചി പറഞ്ഞ് ഈ പയ്യൻ കാണാൻ നടക്കുകയാണ്. അവൻ എല്ലാവർക്കും ഓരോ ഈ വണ്ടി നമ്മളെ ടീമിലുള്ള മുമ്പേഴ്സിനവർക്ക് ഒരെണ്ണം വെച്ച് തരാൻ വേണ്ടി നടക്കുകയാണ്. ഇറ്റാച്ചിക്ക് കൊടുത്തെന്ന് പറഞ്ഞു. ഇത് സിറ്റിയിലെ റയറസ്റ്റ് കാരണം ഉണ്ടായത്? അല്ലല്ല അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. എടാ വില്ലമോനെ സർവത്തിന്റെ പതി ആ ഹലോ എടാ ഒന്ന് വണ്ടി കയറി. അവനെ പിടിച്ച് ഹലോ അല്ലേ? അതെ. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമാണോ നിനക്ക്? ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ച്. എന്തെങ്കിലും വേണം? ഫുഡ് വെള്ളം വേണം? ഫുൾ സെറ്റാണ്. ഫുൾ സെറ്റാണല്ലേ? ആമോ മാവ് തുളസി അങ്ങനെ എന്തെങ്കിലും? സിറ്റിയിലൊക്കെ എപ്പോഴും സിറ്റുവേഷൻ ആണ്. നമ്മളെപ്പോഴും ഷീൽഡ് അടിച്ച് നടക്കണം. അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത ഷീൽഡ് അടിച്ചില്ല. ഒരു മിനിറ്റ് ഞാൻ ഷീൽഡ് അടിച്ചോട്ടെ. നമ്മളെപ്പോഴും ഷീൽഡൊക്കെ അടിച്ച് വേണം സിറ്റിയിൽ നടക്കാൻ വേണ്ടിട്ട് കേട്ടാ. കാരണം എപ്പോഴാണ് നമുക്കൊരു അടി കിട്ടുന്നത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. മറ്റേ DRV ഒരു ഇവന്റ് നടത്തിയില്ലേ സിറ്റിയില്? അതില് ഫസ്റ്റ് അടിച്ചത് ആരാന്നാ? നിക്കെന്നാണ് എല്ലാരും അറിഞ്ഞത്. പക്ഷെ അക്കൗണ്ടിൽ കളിച്ചത് ഞാനാ. അത് ഞാൻ എങ്ങനെ ജയിച്ചെന്നറിയോ? എല്ലാം കൂടെ ഒരു 50 മാവ് സ്പെൻഡ് ചെയ്ത്
ഷീൽഡ് അടിച്ചുകൊണ്ടേയിരുന്നു. വീണാലും ചാവൂല, ഓടിയാലും ചാവൂല, ഏത് അങ്ങനെ അടിച്ചടിച്ചടിച്ചാണ് ഞാൻ ഫസ്റ്റ് അടിച്ചത്. പക്ഷെ ഞാനത് വെളിയിലടുത്ത് പറഞ്ഞിട്ടില്ല. നിക്ക് നമ്മുടെ പുതിയ പയ്യനല്ലേ, നമുക്ക് ഓൾറെഡി സിറ്റിയിൽ ഒരു സ്റ്റാർ വാല്യൂ ഉണ്ട്. ഇപ്പൊ നിക്ക് കയറി വരട്ടെന്ന് വിചാരിച്ച്. ആ മനസ്സ്. അതെ അതെ അതെ, ഞാൻ എല്ലായിടത്തും ഇങ്ങനെയാണ്, എല്ലായിടത്തും ഞാൻ ഇങ്ങനെയാണ്, പണ്ടോട്ടേ ഇങ്ങനെയാണ്. ഹലോ, അത് കള്ളത്തരാം. അതെന്താ? അല്ലല്ല, അത് കള്ളത്തരം പറഞ്ഞാ. അത് കള്ളത്തരല്ല, അത് സത്യമാണത്. പക്ഷെ ഞാൻ ഇങ്ങനെ മതിയെന്ന് പറഞ്ഞ ഒരാൾക്ക് സൈക്കിള് കിട്ടിയില്ല, അതാ പ്രശ്നമായി പോയത്. സൈക്കിള് കിട്ടാനിരുന്ന ആളുടെ അതിനകത്ത് കളിച്ചതാണ് നിക്കാണ് സൈക്കിൾ എടുക്കാൻ വന്നത്. അവന് സൈക്കിൾ പോലും കിട്ടിയില്ല, അതിന് മുമ്പേ തീർത്ത്. വെറുതെ പറഞ്ഞ് അവനെ ഡീഗ്രേഡ് ചെയ്യരുത്, അത് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ നിങ്ങളോട്. നിങ്ങളുടെ എനിക്ക് റിക്വസ്റ്റ് അതേ ഉള്ളൂ. കാരണം പ്ലീസ്, ടിവിയിലെ പുതിയൊരു പയ്യനാണ് അവൻ. ആ ഒരു face വേണം. ഞാൻ ഇപ്പം വണ്ടി ഓടിക്കുന്നത് 5014. അപ്പൊ നമ്മള് പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ ഈ വണ്ടി നിന്റെയാണാ? ചെറുതായിട്ട്. ഇത് എത്ര എടുത്ത്? ഇത് പുറത്തുനിന്ന് ഇറക്കിയതാ, കസ്റ്റം വണ്ടി. പുറത്തുനിന്ന് ഇറക്കിയതാണല്ലേ കസ്റ്റം വണ്ടി? ചേട്ടന്റെ വണ്ടിയാണ്, ഞാനപ്പോ ഓടിക്കണേ. ചേട്ടന്റെ വണ്ടിയാണല്ലേ? ചേട്ടൻ ഇത് എത്ര എടുത്തത്? ചേട്ടൻ എത്ര എടുത്താ എനിക്കറിയില്ല. ചേട്ടൻ പുറത്തുനിന്ന് മറ്റേ ആണല്ലേ? ഇത് വെളിനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, മറ്റേ ഇമ്പോർട്ടഡ് വണ്ടിയാ. ജപ്പാൻ സ്പെക്ക് ഇമ്പോർട്ട് ചെയ്തേക്കുക. ജപ്പാൻ സ്പെക്ക് ഇമ്പോർട്ട് ചെയ്തതാണ്. 5015 മൂട്ടി നിപ്പുണ്ട് ഞാൻ. ഒരു കച്ചവടം ഉറപ്പിക്കാൻ സമ്മതിക്കത്തില്ല, ഒരു ഗുണമില്ലാത്തവൻ. വണ്ടി ഇഷ്ടപ്പെട്ടോ? ഓ, വണ്ടി കൊള്ളാം. ഇതെങ്ങനെ ചോദിക്കും പെട്ടെന്ന്? വണ്ടിയൊക്കെ ഇമ്പോർട്ട് ചെയ്യണ്ടേ, ഒരു മസ്ക്. ഓ, എനിക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയണത് പോലെ മറ്റേ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട് ഇതിന്റെ അകത്ത്. എന്ന് പറഞ്ഞാൽ മറ്റേ നിനക്കറിയാലോ, വൺസ് നമ്മൾ കണ്ടെയ്നർ ബുക്ക് ചെയ്യണം, കണ്ടെയ്നർ ഷിപ്പിൽ കൊണ്ടുവരണം, അവിടെ നിന്ന് ക്ലിയറൻസ്, അത് ഇത് ഇങ്ങനത്തെ കുറെ പരിപാടികൾ ഉള്ളതുകൊണ്ട് ഇതെല്ലാം ചെയ്യാനുള്ളൊരു സമയം എനിക്കില്ല. അതുകൊണ്ട് ഈ വണ്ടി എനിക്ക് തരാമോ? ചേട്ടനോട് ചോദിക്കേണ്ടി വരും. വണ്ടി പിന്നെ സ്വന്തമായിട്ട് സ്വന്തം വണ്ടി വരും, സ്വന്തം വണ്ടി. ഞങ്ങള് 5015 ഉണ്ട്. 5015 എങ്ങോട്ട് വരണം? 5015 ഒരു വണ്ടി കാട്ടുമെന്ന് വരുന്നു. ഹലോ, ഇവനാണോ? ഈ പയ്യനാണോ? ഇതാണോ പയ്യൻ? ഓ, ഇതാ പയ്യൻ. ഈ പയ്യന്റെ വണ്ടി എടുക്കാൻ വേണ്ടിട്ടേ. നല്ല ബെസ്റ്റ് പയ്യൻ. ഒരു കാര്യം പറയാനുണ്ട്, ഈ പയ്യൻ പെവർ ഉപയോഗിച്ചതാണ് ഈ കാണുന്നത്. ഇത് സത്യം പറയുന്നത് നിന്റെ വണ്ടിയാണോ? ഇത് ഇറ്റാച്ചിയുടെ വണ്ടിയാണ്, ഞാൻ പറഞ്ഞില്ലേ? പിക്കാച്ചു. അഡ്മിന്റെ വണ്ടിയും കൊണ്ടാണ് നടക്കുന്നത് റാസ്കൽ. ഇത് അഡ്മിനാണ് ഇവൻ. നീ സ്പോൺ ചെയ്തതാണോ? അവന്റെ അച്ഛന്റെ ഇത്രയും നേരം അതിനകത്ത് വണ്ടിക്കാൻ താളം പറഞ്ഞ എന്നെ സൈനോട് ഇട്ടാ മതിയായിരുന്നു. അവരോടൊന്നും തോന്നല്ലേ. എനിക്ക് കണ്ണാടി ഒന്നും ഊരാൻ പറ്റത്തില്ലടാ. പറ്റി കണ്ണാടിയുടെ പേരിൽ എന്നെ കൊറേ ബാക്കിലോട്ട് നോക്കാനാ? ഹോട്ട് വീൽസ്. അയ്യോ, എന്നാ വണ്ടിന്റെ അകത്ത് കയറി, ഫ്രണ്ട് സീറ്റ് കയറി, എന്നിട്ട് FP ഇട്ട് നോക്ക്. ഈ വണ്ടിയാണ് നെക്സ്റ്റ് നോക്കിയാണ്. അണ്ണനെ പോലിയാറുമില്ലേ ഭൂമിയില്. ഇതൊക്കെ ഒരു 4-5 വർഷം മുമ്പ് പിള്ളേർ വണ്ടിക്കകത്തും ഫ്രണ്ടിലും ഗ്യാങ് ഹൗസിനകത്ത് വരെ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഫ്രണ്ടിൽ നോക്ക്, ഇങ്ങോട്ടോ. വണ്ടിയുടെ ബാഡ്ജിങ് നോക്ക്, ബാഡ്ജിങ്. മോനാണ്. അയ്യോ, അതെ, ഏറ്റവും വലിയ തീട്ടം. ഭയങ്കര ക്രിഞ്ച്. പണ്ടത്തെ പിള്ളേരാണ് ഈ വണ്ടിക്കകത്തൊക്കെ പേരടിച്ച് വെക്കണം കേട്ടാ. ഇത് പറഞ്ഞ മുത്ത് വെക്കുക. സത്യം. ഓരോരുത്തന്മാരൊക്കെ സെൽട്ടോസിലൊക്കെ അടിച്ചു വെച്ചിരിക്കുന്ന ഛർദിക്കാൻ വരും. അത് ലോഗോയും ചേർത്ത്. സത്യം.
കഴപ്പുകളാണ് നീ ഒന്ന് കേറിയേ നീ ഒന്ന് കേറിയേ എടാ വാ നമുക്ക് ഗ്യാങ് ഹൗസിലോട്ടോ കാശ് അധികമായിട്ട് മറ്റേ എംപിയുടെ രണ്ടുപേരും കുടിയിറപ്പിക്കാൻ പറ്റുന്ന വണ്ടിയാണ് കാശിന്റെ കാശ് എം വി ഡിക്ക് ഡെയിലി തള്ളാൻ വേണ്ടിട്ട് 6 എണ്ണം പത്തനംതിട്ടയിലൊക്കെ ഉള്ളവന്മാർക്കൊക്കെ ഇതൊക്കെ തന്നെ പറയാം. അണ്ണാ പന്ത്രണ്ടെണ്ണം എടാ ചേട്ടന്റെ വണ്ടി ശരിക്കും പറ ഇത് ഓ കൊച്ചുപുണ്ട വിളിക്കുന്നു ഒരു മിനിറ്റ് ഹലോ അയ്യോ സോറി തട്ടി ഓ മോനെ പറടാ ഞാന് മലമുകളിൽ നിൽക്കുന്ന രസത്തെ ഫോൺ വിളിക്കുക ലൊക്കേഷൻ പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ ഞാൻ ഗ്യാങ് ഹൗസിലോട്ട് പോവാ ഗ്യാങ് ഫണ്ട് കളക്ഷൻ ഉണ്ട് എന്ത് പറ്റി ഫോണിലാണ്ടാ, ഫോണിലാണ്ടാ. എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ. പണ്ട് ഗ്യാങ് ഹൗസിലാ നീ ഓ വണ്ടി അണ്ണനെ എടുത്താ കാണാൻ കാര്യം വയ്യ. പറഞ്ഞു. ഓ ഞാൻ കാണാൻ വയ്യെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നത് ഞാൻ എന്നെ എങ്ങനെ അവിടെ കാണും അയ്യോ അണ്ണ അങ്ങനല്ല കാണാതിരിക്കാൻ വയ്യെന്ന്. നീ വേഗം പി സി കൊടുത്തിട്ട് കെവിന്റെ അടുത്ത് പറഞ്ഞ് കേറിയില്ലെങ്കിൽ 3 മാസം ബെഞ്ചിലാണെന്ന് പറഞ്ഞുതരാം എന്നോട് കേട്ടോ അവൻ പുറത്താ, അവൻ പുറത്തോ ഏത് ആരുടെ പുറത്ത് വീട്ടിന്റെ പുറത്ത്. അവനെ ഇറക്കി കളഞ്ഞ് ആരിറക്കി കളഞ്ഞ് അച്ഛൻ എന്ത് പറഞ്ഞിറക്കി മറിഞ്ഞണ്ണ. അവൻ വീട്ടിൽ പുറത്ത് ഇവിടെ പുറത്തെന്തോ കൂട്ടുകാരന് എന്തോ അത്യാവശ്യമായിട്ട് പോയേക്കുന്നു. ആ അത്യാവശ്യം കഴിഞ്ഞ് വരുമ്പോ ബെഞ്ചിന്റെ ആ സൈഡിലായിട്ടിരിക്കണമെന്ന് പറയണേ നടുക്കിരിക്കല്ലേ നടുക്ക് ഓൾറെഡി എനിക്ക് ഇവനെ ഇരുത്താനുള്ളതാണ് ചന്ദ്രനെയൊക്കെ ഇരുത്താനുള്ളതാണ് അതുകൊണ്ട് ബെഞ്ചിന്റെ ഏറ്റവും സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പറയണം കേട്ടോ വരുമ്പം അണ്ണ അപ്പൊ അവനെ കളഞ്ഞിട്ട് എന്നെ എടുക്കുമെന്ന്. അണ്ണാ അങ്ങനാണെങ്കി ഇപ്പൊ ഷെട്ടാക്കി തരാം ഞാൻ. ഹലോ അണ്ണാ, ഹലോ പറ അണ്ണാ. ചേട്ടനെ കിണ്ടാ നോക്കിയിരിക്കണം നീ അല്ലേ എല്ലാരും എവിടെ റെഡിയായോ ഗേൾ ഫ്രണ്ടിന് വേണ്ടി സാധനം തരാനായിട്ട് എല്ലാം റെഡിയാണോ എല്ലാരും എവിടെ ആ നീ റെഡിയാണ് ബാക്കിയുള്ളവരെ ഇവിടെ കാണുന്നില്ലല്ലോ അങ്ങോട്ട് ഉണ്ടോ? അല്ല ഗെയിമില് രണ്ടുപേരെയും പേരിൽ അവസാനം ഏകറായതുകൊണ്ട് ചേട്ടനാവണമെന്നില്ലല്ലോ അല്ലേ? അങ്ങനൊന്നുമില്ല നമുക്ക് അവനെ കിണ്ടാവാ. ആടാ അണ്ണ അവനെ ഇപ്പൊ വീഡിയോ കോൾ വിളിച്ചാറാണ്. നിന്റെ അനിയൻ കിഡ്ലാണ് അവനെ എടുത്തെന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ പറഞ്ഞേക്കാം ആ ഇനി നമ്മുടെ ഡീൽ ഈ വണ്ടി എനിക്ക് വേണം എന്ത് ചെയ്തു തരാൻ പറ്റും ഈ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല ഇടക്ക് നിനക്ക് ആദ്യമേ പറയാറില്ലല്ലോ ഞാൻ നിന്നെ എന്റെ ഗേൾഫ്രണ്ടിനെ പോലെ സ്നേഹിച്ചില്ലേ ഒരു 10 മിനിറ്റ് ഞാൻ ഗ്യാങ് മെമ്പേഴ്സിനോട് പോലും ചോദിച്ചിട്ടില്ല ഞാൻ മറ്റേ ഫുഡ് കഴിച്ചോന്നും മറ്റേ സാമാനം അടിച്ചോന്നും വന്നും നിനക്ക് ഞാനിപ്പോ തന്നേലല്ലോ എന്റെ ഭാവം പറയൂല നിനക്ക് അന്നാലും പറയാനല്ലോ ഇത്ര നേരം ഗ്യാങ് ഹൗസിൽ നിന്ന് എത്ര കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് ഞാൻ എന്റെ സമയം കളഞ്ഞില്ലേ അല്ല അതാണ് പിന്നെ വണ്ടി ഓടിച്ചാ ഇഷ്ടപ്പെടട്ടെ ജപ്പാനോടുള്ള സ്നേഹം കൂടട്ടെ എന്ന് വിചാരിച്ചത് അറിയാലോ പൊട്ടലും ചീറ്റൊക്കെ എടാ ഈ സ്കൈലൈനോടൊക്കെ ആർക്കെങ്കിലും സ്നേഹം ഇനി കൂടാനുണ്ടോ ഇനി ആർക്കെങ്കിലും കൂടാനുണ്ടോ അത് എടാ കണ്ണടച്ച് ഇതിന്റെ മൂട്ടിക്കൊണ്ട് വെച്ചാൽ പോലും ആരും കണ്ടീഷൻ പോലും നോക്കാതെ മേടിക്കും ഈ വണ്ടിയുടെ സൗണ്ട് കേട്ടാ തന്നെ ഒരു മിനിറ്റ് ഹലോ വസണ. ഹലോ സജി പറ ഇന്നലെ മീറ്റിംഗ് കഴിയുമ്പോഴേ ഒന്ന് പറയണേ. ഞങ്ങള് ഗ്യാങ് ഹൗസിന്റെ പുറത്തുണ്ട്. മീറ്റിംഗ് കഴിയുമ്പോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വരാം. ഓ ശരി ഓക്കെ എടാ ഈ വണ്ടി എന്തെങ്കിലും ചെയ്ത് ഒപ്പിച്ചു തരാൻ പറ്റുമോ നിനക്ക് സെറ്റാക്കാം ഞാൻ സംസാരിച്ചോക്കട്ടെ ചേട്ടനോട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കി സംസാരിച്ചിട്ട് സെറ്റാക്കാം വിശ്വസിക്കൂ ആ ആന്റിലേക്ക് അടിച്ചു കത്തിച്ച് 100-110 ആ വിഷമം കയറിട്ട് ആന്റിലേക്ക് അടിക്കില്ല പൊട്ടി ഏതാ പൊട്ടലല്ലേ പൊട്ടലിൽ ഒരു താളം എടാ അതല്ല ഇതിന്റെ പൊട്ടലുണ്ടല്ലോ മറ്റേ നമ്മൾ സംസാരിക്കുന്നതും കേൾക്കാം എല്ലാം കേൾക്കാം ഒരു വൃത്തിയുള്ള പൊട്ടല മറ്റേത് പൊട്ടുന്ന സമയത്ത് വണ്ടിക്കകത്തിരിക്കുന്ന സമയത്ത് ഒന്നും പറയുന്നതും കേൾക്കത്തില്ല ഭയങ്കര സൗണ്ടാ പക്ഷെ ഇതുണ്ടല്ലോ ഇത് ക്ലാസ് സാധനം ഇത് ക്ലാസിക് പണി നല്ല പണിയാൻ അറിയുന്നവൻ സത്യത്തെ പണി അറിയുന്ന പണിത വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു ഓ എന്ത് സാധനല്ലേ എന്തായാലും നീ സ്പോൺ ചെയ്തല്ലേ ഇതൊന്നും എന്റെ ഇരിക്കട്ടെ വിട്ടോ
എടാ ഒരു മിനിറ്റ്